ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 9ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 12ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിന്റെ ഒരു പ്രത്യേകത വായിച്ചപ്പോൾ തോന്നിയത്, നമ്മൾ മിക്കപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ച സുവിശേഷ ഭാഗങ്ങളിലൊക്കെ വ്യാഖ്യാനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓൾഡ് ടെസ്റ്റ്മെന്റ് റെഫറൻസ് പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ കണ്ടീഷൻ പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സജറ്റിക്കൽ അല്ലെങ്കിൽ ഒരു വേർഡ് മീനിങ്, ഹീബ്രു വേർഡിന്റെ മീനിങ് പറയണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സുവിശേഷ ഭാഗത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയാൻ സാധിക്കും, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ തോന്നിയൊരു കാര്യം, ഇവിടെ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഈശോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതച്ചിട്ട് ഇപ്പോഴും കൃത്യമായും പ്രസക്തമാണ്, ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വാക്യം ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ്: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നീണ്ട മേലങ്കികൾ ധരിച്ച് നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കുവാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനം, വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങളും ലഭിക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് എൻ്റെ ആദ്യ ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതിലേക്ക് കടക്കുന്നില്ല. അത് ദരിദ്രയായ വിധവ 2 ചെമ്പ് തുട്ടുകൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു കഴിയുമ്പോൾ ഈശോ അവളെ പ്രശംസിച്ച് പറയുന്ന വാക്യങ്ങൾ, അതിൻ്റെ ഒരു പ്രാധാന്യം, അവൾ മനസ്സുകൊണ്ട് നൽകിയതാണ്, അവൾ നൽകിയ തുകയല്ല, അവളുടെ മനസ്സാണ് പ്രധാനം എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആ ഭാഗമാണ് ഇതിൻ്റെ ഈ സുവിശേഷ ഭാഗത്തിന്റെ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ആദ്യത്തെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് തികച്ചും കാലിക പ്രസക്തമായ ഒരു വാക്യം. കാലിക പ്രസക്തം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോഴും നല്ല എക്കാലത്തേക്കും ഈശോ പറഞ്ഞ ഈ കാര്യം റിലേറ്റബിൾ ആണ്. അതായത് അതിനോട് ഇങ്ങനെ ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ്. ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും വരാനിരിക്കുന്ന കാലഘട്ടത്തിലും ഇത് കൃത്യമായി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് നിയമജ്ഞരെയാണ് ഈശോ പറയുന്നത്. നിയമജ്ഞര്, അതായത് മതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അത് പുരോഹിതനെന്ന് പറയുന്നില്ല, പുരോഹിതരെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് മതപരമായിട്ടുള്ള എല്ലാവരും, പുരോഹിതരുണ്ട്, സമർപ്പിതരുണ്ട്, അതുപോലെ തന്നെ അൽമായ പ്രമുഖരുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാറ്റഗറിയാണ് ഇവിടെ ഈ നിയമജ്ഞരെന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരും നീണ്ട മേലങ്കികൾ ധരിക്കുന്നു. ഈ നീണ്ട മേലങ്കി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സിംബോളിക് ഐറ്റമായിട്ട് എടുക്കുക. അതായത് ഒരു അവരുടെ റിലീജിയസ് ഇൻട്രസ്റ്റ് എന്ന് എടുക്കാം. അങ്ങനെ കുറേ പ്രാർത്ഥിക്കുന്നവരായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് അഭിനയിക്കുന്ന രീതിയിൽ ഭയങ്കര പ്രാർത്ഥനക്കാരായിട്ടും ഭയങ്കര സംഘാടകരായും ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായും സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാവം നടക്കുന്ന രീതിയിലും അങ്ങനെയൊക്കെ അഭിനയിക്കുന്നവരുണ്ട്. ഒറിജിനലി അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരെല്ലാം പറയുന്നത്. അങ്ങനെ അഭിനയിക്കുന്നവരുണ്ട്. അതാണ് ഈ നീണ്ട മേലങ്കികൾ ധരിച്ചിടത്. പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം. ഈ പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം വളരെ രസകരമായ ഒരു വസ്തുതയാണ്. പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം എന്ന് പറയുന്നതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും? പത്രത്തിൽ ഫോട്ടോകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചില വൈദികരാണെങ്കിലും, ചില വൈദികരല്ല, സമർപ്പിതര്, സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പോലും എല്ലാ ആഴ്ചയിലും പത്രത്തിൽ ഫോട്ടോ വരണം, ഭയങ്കരമായ നിർബന്ധം. ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ പറയാനും വേണ്ട, സോഷ്യൽ മീഡിയ വഴിയാ ഇങ്ങനെ ഫോട്ടോ, തൻ്റെ ഫോട്ടോ. ഇവിടെ ഉദയനാടുതാര സിനിമയ്ക്കകത്തൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു സിനിമാടൻ ആയിട്ട് അവതരിക്കുന്ന, ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സരോജ് കുമാർ പറയുന്നുണ്ട്, എൻ്റെ തല എൻ്റെ ഉടൽ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ആഴ്ചയും പറ്റിയ എല്ലാ ദിവസവും പത്രത്തിൽ എൻ്റെ ഫോട്ടോ വന്നിട്ടിരിക്കും. വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങളിലായിട്ടൊക്കെ ആരെങ്കിലും ഏതെങ്കിലും വഴി കൂടെയൊക്കെ എന്തെങ്കിലും പരിപാടിക്ക് ഇടയ്ക്കൂടെ കയറി നിന്നിട്ടാണെങ്കിൽ എൻ്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. അത് പല പദവികളിൽ ഇരിക്കുന്നവരുണ്ട്, അൽമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ എൻ്റെ അതാണ് ഇങ്ങനെ മുഖ്യസ്ഥാനം, വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങൾ നമ്മൾ പറയുന്നത്, സിനഗോഗുകളിൽ മുഖ്യസ്ഥാനം, പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും എന്നൊക്കെ പറയുന്നത് ഇതാണ്. പിന്നെ ഇങ്ങനെ ക്രിയേറ്റഡ് അവാർഡുകളൊക്കെ ഉണ്ട്. ക്രിയേറ്റഡ് അവാർഡുകൾ, അതായത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ അവാർഡ് കിട്ടാൻ യാതൊരു വിധത്തിലും ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ പോലും അവാർഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടിയെടുത്തൊരു സംഘടന, അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെ ഒരു സംഘടന ഉണ്ടാക്കി, ആ സംഘടനയെ കൊണ്ട് ഒരു അവാർഡ് പ്രഖ്യാപിപ്പിച്ച് അതിനുള്ള ചെലവ് മൊത്തം സ്വന്തമായിട്ട് വഹിച്ച് അങ്ങനെ ഒരു അവാർഡ് വാങ്ങിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അത് പത്രത്തിലിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് താൻ എന്തൊക്കെയാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കുന്ന വളരെ
ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു പരിപാടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആൾക്കാർക്കെല്ലാം അറിയാം ഇതൊക്കെ വളരെ പഴകിപ്പോയ പഴഞ്ഞ സാധനമാണെന്നുള്ള ആൾക്കാർക്ക് അറിയാം. പക്ഷെ എന്നാൽ ഇപ്പോഴും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടുന്ന അവാർഡുകൾ ഇങ്ങനെ ഓക്കെ, അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ കഴിവുകളും ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അവർക്ക് അവാർഡ് കൊടുക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു അവാർഡും കിട്ടാതിരിക്കൽ സ്വയം അവാർഡ് പ്രഖ്യാപിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും ആൾക്കാരെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈശോയുടെ കാലഘട്ടത്തിൽ പറഞ്ഞ ഈ വാക്യങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുക. ഓർക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവെ ഈ പറഞ്ഞ മണ്ടത്തരങ്ങളിലേക്ക്, ഈ പറഞ്ഞ കോമാളിത്തരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൂപ്പുകുത്താൻ നീ അനുവദിക്കല്ലേ. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. ഈ സുവിശേഷം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇത്രയേ ഉള്ളൂ, എൻ്റെ കർത്താവെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഈ വായിച്ചു കേട്ട അല്ലെങ്കിൽ അങ്ങ് വിമർശിച്ച ഈ തിന്മകളിലേക്ക്, ഈ അർത്ഥശൂന്യമായ പ്രവൃത്തികളിലേക്ക് ഞാൻ കൂപ്പുകുത്താൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നവരാണ്. ദീർഘമായി പ്രാർത്ഥിക്കുന്നു നടിക്കുകയും ചെയ്യുന്നവരാണ്. ഈ പ്രാർത്ഥനയൊക്കെ, ലിറ്റർജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ നാടകം കണക്കായിരിക്കുക. നമ്മൾ നടത്തുന്ന റാലികളും നമ്മൾ നടത്തുന്ന പ്രദക്ഷിണങ്ങളും നേർച്ച കാഴ്ചകളും ഡിക്ലയർഡ് ഇങ്ങനെ പുതിയ പുതിയ നേർച്ചകളൊക്കെ പ്രഖ്യാപിക്കുമല്ലോ. ഇങ്ങനെ ചില വികാരിച്ചന്മാർക്ക് വെളിപാട് കിട്ടിയിട്ട് പുതിയ പുതിയ നേർച്ചയൊക്കെ പ്രഖ്യാപിക്കും. സത്യത്തിൽ കത്തോലിക്ക സഭയ്ക്കകത്തുള്ള അനാചാരം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നൊക്കെ വിളിക്കേണ്ട കാര്യങ്ങളാണ് ഒരുപാട്. ഞാനത് എടുത്തു പറയുന്നില്ല എന്താണെന്നൊക്കെ ഉള്ളത്. നമുക്കത് നമ്മുടെ ഓരോ രൂപതകളിലും, എന്നെ കേൾക്കുന്ന വ്യത്യസ്ത രൂപതകളിലുള്ള ആളുണ്ടാവും. പക്ഷെ നമ്മൾ ഓരോരുത്തരുടെയും രൂപതകളുമായിട്ട് ബന്ധപ്പെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇവയുണ്ട്. അതൊക്കെ സത്യത്തിൽ കർത്താവ് ഈ കയറ് കൊണ്ട് ചെമ്പട്ടി ഉണ്ടാക്കി അടിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്ന സംഭവം ഇതിനെ ആപ്ലിക്കബിളാണ്. ഇങ്ങനെയാണ് ഈ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുക എന്നൊക്കെ പറയുന്നത്. വിധവകളെന്ന് മാത്രമല്ല, പാവപ്പെട്ട വിശ്വാസിയുടെ സമ്പത്ത് വിഴുങ്ങിക്കളയത്തക്ക രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് സഭയിൽ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോ വളരെ നിഷിദ്ധമായ, വളരെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് വിമർശിച്ച ഈ സംഭവങ്ങളൊക്കെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മളുടെ ഈ കാലഘട്ടത്തിലും അതേപടി നിലനിൽക്കുന്നുണ്ട്. അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും ഭാഗമായി മാറാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത്. ഈ അഭിനയങ്ങൾ, ഈ കാപട്യങ്ങൾ, ഈ വലിയ പ്രമുഖ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള ആർത്തി, ഈ ഇങ്ങനെ അംഗീകരിക്കപ്പെടണം, നാലാളുടെ മുമ്പിൽ എന്തോ പേരെടുക്കണം എന്നുള്ള, അല്ലെങ്കിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെയൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ചില പൊസിഷനിലെത്തണം എന്നൊക്കെ ഇതൊക്കെ വളരെ കൃത്യമായിട്ടും ഞാൻ ഇത് പറയുമ്പോൾ ചില സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇതിനെ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന സമയത്തുണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേൾക്കുന്ന ചില ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് എന്നെ കുറിച്ചും കൂടെ പറഞ്ഞേക്കുന്നതെന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് നിന്നൊരു പോസിറ്റീവ് ചിന്ത എടുത്തിട്ട് ഇത്തിരിയെങ്കിലുമൊക്കെ ഉളുപ്പുണ്ടായി, ഇത്തിരിയൊക്കെ ഒരു നാണക്കേടുണ്ടായിട്ട് അതിനകത്ത് പിന്മാറുക എന്നതിന് പകരം ഇവനെ ആരാ ഇതൊക്കെ പറയാൻ ഏൽപ്പിച്ചത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. അതാണ് എൻ്റെ ഏറ്റവും ദൗർഭാഗ്യമായിട്ടുള്ളൊരു വശം. കാര്യം ഈ വചനം എടുത്തിട്ട് വായിക്കുമ്പോൾ നമുക്കൊന്നും പിടികിട്ടുന്നില്ല, അതെൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല, വേറെ ആരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചാണ് എന്ന് ചിന്തിച്ചു കൂട്ടുന്നതിനൊപ്പം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തരുമ്പോഴത്തേക്ക് അതിന് അവനാര് പറയാൻ എന്ന് ചിന്തിക്കുന്നതാണ് അതിനേക്കാൾ വലിയ അപകടം. ഞാനും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള എന്തെങ്കിലും ചായ്വുകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആത്മശോധന ചെയ്ത് അത് മാറ്റാൻ ഞാനും ബാധ്യസ്ഥനാണ്. ഞാനും അത് ചെയ്യാൻ പാടില്ല. കർത്താവിൻ്റെ മുന്നിൽ ഞാനും പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ അങ്ങ് പറഞ്ഞ ഈ അഭിനയങ്ങളുടെ, പ്രാർത്ഥിക്കുന്ന, നടിക്കുന്ന, നീണ്ട മേലങ്കി ധരിച്ച് നടക്കുന്ന, പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനഗോഗുകളിൽ മുഖ്യസ്ഥാനത്ത് കയറിയിരിക്കാനും വിരുന്ന സ്ഥലങ്ങളിൽ അഗ്രസ്ഥാനത്തിരിക്കാനും ഒക്കെയുള്ള ത്വര, ആർത്തി, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എൻ്റെ ആത്മാവിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ ഹൃദയത്തെ കർത്താവെ നീ സ്വതന്ത്രമാക്കണമേ. എന്നെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കണമേ. ഞാനിതിലേക്ക് കൂപ്പുകുത്താതിരിക്കുവാൻ എന്നെ കാത്തുകൊള്ളണമേ. എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ വചനഭാഗം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ.